കൃഷി നമ്മൾ എത്ര ഗ്രോ ബാഗിലായിരുന്നു നട്ടിട്ടുണ്ടായിരുന്നു? 20,000 ഗ്രോ ബാഗ്. 20,000 ഗ്രോ ബാഗ്. അന്ന് എത്രയോ ആൾക്കാർ വിളിച്ച് ചോദിച്ചിട്ടുണ്ടെന്ന്. അതെ, നമ്മൾ മണ്ണിൽ നട്ടിട്ട് പിന്നെ ഇത്ര ഇഞ്ചി ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അപ്പോൾ നിങ്ങൾ ഈ കവറിനകത്ത് നട്ടാൽ എങ്ങനെ ഇത്ര ഇഞ്ചി ഉണ്ടാകുക എന്നൊക്കെ ചോദിച്ചവരുണ്ടായിരുന്നു. അവർ കണക്ക് വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 20,000 ഗ്രോ ബാഗാണ് ഞാൻ ഒരു ഏക്കറിലേക്ക് വെച്ചത്. ഈ 2 കിലോ വെച്ച് കൂട്ടിയാലും ഒരു 40,000 കിലോ. 40,000 കിലോ എന്ന് പറയുമ്പോൾ ഏകദേശം 700 ചാക്കിൻ്റെ ഏക്കറിന് 700 ചാക്കിൻ്റെ വിളവ് കിട്ടും. ഈ ഒരു ടൈമിൽ നമുക്ക് ഏറ്റവും പ്രതിസന്ധിയായിരുന്നു വയനാട് ജില്ലയിലാണെങ്കിലും മൊത്തത്തിൽ ഇഞ്ചി കൃഷി പാടെ നശിച്ചു പോകുന്നൊരു കാഴ്ച ഉണ്ടായിരുന്നു. ഇഞ്ചി കൃഷി നിർത്തി വെക്കാനൊക്കെ പലരും ആവശ്യപ്പെട്ട്, നമുക്ക് ഉദ്യോഗസ്ഥരൊക്കെ ആവശ്യപ്പെട്ട ഒരു സമയമായിരുന്നു ഈ ഒരു കടന്നുപോയത്. അതെ അതെ. പക്ഷെ ആ സമയത്ത് ഒരു കേടുമില്ലാതെ പിടിച്ചു നിർത്തി. അതാണ് ഏറ്റവും വലിയ സക്സസ്. അത് തന്നെയല്ല, നമ്മുടെ ഒരു കർഷക സംഘടനയുള്ള NFO എന്ന് പറയുന്ന ഒരു കർഷക സംഘടന ഉണ്ട്. അവിടെ നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തിരുന്നു. 18-16 ഗ്രോ ബാഗായിരുന്നു ഉപയോഗിച്ചത്. അത് ഇഞ്ചി മൊത്തം വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കവറിൻ്റെ പുറത്തേക്ക് ഇഞ്ചി തള്ളി, കവറെല്ലാം പൊട്ടി. അത് ഞാൻ കാണിച്ചു തരാം. കവർ പൊട്ടി, ഇഞ്ചി വെളിയിൽ വന്നു. അപ്പോൾ അത് വളർച്ചയ്ക്ക് കുറച്ചും കൂടെ വളരുമായിരുന്നു ഇഞ്ചി. കുറച്ചും കൂടി ഇനിയും വലുപ്പം വെക്കുമായിരുന്നു. കവർ വലുതായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇഞ്ചി വലുതായാലേ. അത് നമ്മുടെ ഇവിടെയൊക്കെ എല്ലാവരും കരയ്ക്ക് വരെ നട്ട ഇഞ്ചിയില്ല. അപ്പം എന്നോട് പറഞ്ഞേക്കുന്ന ഒരു 5 കിലോ വെച്ച് ഞങ്ങൾക്ക് തരണം. ഇവിടെ അടുത്തുള്ള ആൾക്കാരെല്ലാം കറി ഇല്ല. നട്ടവരുടെ എല്ലാം പോയി. നട്ടത് പിന്നെ പറിച്ചു നോക്കി അവർക്ക് കറി വെക്കാൻ പോലും ഇല്ലാത്ത രീതിയിൽ അങ്ങനെ നശിച്ചുപോയി. ഈ 2 കിലോ 3 കിലോ ഒക്കെ ഒരു ഗ്രോ ബാഗിൽ നിന്ന് നിനക്ക് ഉണ്ടാക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ശ്രമിച്ചു നോക്കാം, ശ്രമിച്ചു നോക്കാന്ന് പറഞ്ഞു. അവർക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാൻ വിളവെടുത്ത്. അതെ, നമുക്ക് എന്തായാലും അതൊന്ന് വിളവെടുത്ത് കാണിക്കണം. അതുപോലെ ഇതിൽ നമുക്ക് ഏറ്റവും ഹെൽപ്പായിട്ടുള്ള NFPOന്റെ വളമാണ് അല്ലേ? NFPOയുടെ വളമാണ്, നമുക്ക് ജൈവവളം ആണ്. ഇതാണ് ഞാൻ മണ്ണിൽ മിക്സ് ചെയ്ത് ഫസ്റ്റിലെ മിക്സ് ചെയ്ത് നട്ടത്. പടംപറമ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വിളവെടുപ്പിനാണ് എത്തിയിട്ടുള്ളതെന്ന് തന്നെ പറയാം. ഗ്രോ ബാഗിലെ ഇഞ്ചി കൃഷി നമ്മുടെ ബോബിച്ചേട്ടൻ്റെ, നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്ന ഒരാൾ. നമ്മൾ അത്രയും റീച്ചായി അത്രയും ആളുകൾ കണ്ട ഒരു കർഷകനാണ് ബോബിച്ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ ഗ്രോ ബാഗിലെ വ്യത്യസ്തമായ ഇഞ്ചി കൃഷി. നമ്മൾ എത്ര ഗ്രോ ബാഗിലായിരുന്നു നട്ടിട്ടുണ്ടായിരുന്നു? 20,000 ഗ്രോ ബാഗ്. അത് തന്നെയാണ് അതിൻ്റെ ഒരു എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റും. അത്രയും ഗ്രോ ബാഗിൽ ഒരുമിച്ച് ഒരു കൃഷി ചെയ്ത് അതിൻ്റെ ഒരു റിസൾട്ടാണ് ഞങ്ങളിവിടെ പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് കുറേ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് നട്ട എന്താകും, ഇത് നല്ല വിളവുണ്ടാകുമോ? അതെന്നെ എത്രയോ ആൾക്കാർ വിളിച്ച് ചോദിച്ചിട്ടുണ്ടെന്ന്. അതെ, നമ്മൾ മണ്ണിൽ നട്ടിട്ട് പിന്നെ ഇത്ര ഇഞ്ചി ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അപ്പോൾ നിങ്ങൾ ഈ കവറിനകത്ത് നട്ടാൽ എങ്ങനെ ഇത്ര ഇഞ്ചി ഉണ്ടാകുക എന്നൊക്കെ ചോദിച്ചവരുണ്ടായിരുന്നു. അവരും ചിലപ്പോൾ നല്ല മൈൻഡിലായിരിക്കും ചോദിച്ചത്, ചിലപ്പോൾ അവർ നമ്മളെ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. എന്തായാലും ഒരുപാട് ഇതിൽ കുറേ എക്സ്പീരിയൻസ് ഉള്ള കുറേ കർഷകർക്കൊക്കെ ഒരു വളരെ സംശയമുണ്ട്. നമ്മൾ തടമെടുത്ത് ഇഞ്ചി കൃഷി ചെയ്യുന്ന പരമ്പരാഗത രീതി അല്ലാതെ ഒരു ഗ്രോ ബാഗിൽ ഇഞ്ചി കൃഷി ചെയ്യുമ്പോൾ അത് എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് ഡൗട്ടുണ്ടായിരിക്കും അങ്ങനെ ചോദിച്ചത്. അതെ അതെ. നമുക്കിപ്പോൾ നമ്മൾ ഒരു ടെസ്റ്റ് വിളവൊക്കെ എടുത്തു, എങ്ങനെ ഉണ്ടായിരുന്നു? ടെസ്റ്റ് വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ അയച്ചു തന്നിരുന്നു. ഒരു ചുവട് പറിച്ച് തൂക്കി നോക്കിയപ്പം 2,200 ആണ് തൂക്കം ഉണ്ടായിരുന്നത്. അപ്പം അവർ കണക്ക് വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 20,000 ഗ്രോ ബാഗാണ് ഞാൻ ഒരു ഏക്കറിലേക്ക് വെച്ചത്. ഈ 2 കിലോ വെച്ച് കൂട്ടിയാലും ഒരു 40,000 കിലോ. 40,000 കിലോ എന്ന് പറയുമ്പോൾ ഏകദേശം 700 ചാക്കിൻ്റെ ഏക്കറിന് 700 ചാക്കിൻ്റെ വിളവ് കിട്ടും. ഇപ്പോൾ നമുക്കിങ്ങനെ ഓരോ സെക്ഷനായിട്ട് വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആവശ്യക്കാർക്ക് വിത്തിന് ആവശ്യമുള്ളവർക്ക് എത്ര ചാക്കാണ് വേണ്ടത് അതിനനുസരിച്ച് പറിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ക്വാളിറ്റി എങ്ങനെയുണ്ട്? നമ്മുടെ ഇപ്പോൾ ഒരു ഗ്രോ ബാഗിലും അല്ലെങ്കിൽ സാധാരണ നടുന്ന ഇഞ്ചിയും അതേപോലെ നമ്മളെ ഗ്രോ ബാഗിൽ നട്ടപ്പോൾ ഒരു എന്താണ് അതിൻ്റെ ഒരു വിളവ്, നമ്മുടെ ഒരു ഇഞ്ചിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്? ഈ നല്ല വിളവ്, നന്നായിട്ട് വിളവും ഉണ്ടായി. അത് തന്നെയല്ല, നമുക്ക് രോഗങ്ങളൊന്നും അധികം ഉണ്ടാകില്ലല്ലോ. ഈ ഒരു ടൈമിൽ നമുക്ക് ഏറ്റവും പ്രതിസന്ധിയായിരുന്നു വയനാട് ജില്ലയിലാണെങ്കിലും മൊത്തത്തിൽ ഇഞ്ചി കൃഷി പാടെ നശിച്ചു പോകുന്നൊരു കാഴ്ച ഉണ്ടായിരുന്നു. ഇഞ്ചി കൃഷി നിർത്തി വെക്കാനൊക്കെ പലരും ആവശ്യപ്പെട്ട്, നമുക്ക് ഉദ്യോഗസ്ഥരൊക്കെ ആവശ്യപ്പെട്ട ഒരു സമയമായിരുന്നു ഈ ഒരു കടന്നുപോയത്. പക്ഷെ ആ സമയത്ത് ഒരു കേടുമില്ലാതെ പിടിച്ചു നിർത്തി. അതാണ് ഏറ്റവും വലിയ സക്സസ്. ഒരു കേടുമില്ലാണ്ട് ഇഞ്ചി വിളവെടുക്കാനായി. നമ്മുടെ സൈറ്റിലെല്ലാവരും വന്ന് കാണുകയും പിന്നെ വിത്തിന് ഓർഡർ തരികയൊക്കെ ചെയ്തായിരുന്നു. ആ സമയത്ത് വന്ന് ഇഞ്ചി കണ്ട് എല്ലാവരും വിത്തിന് ഓർഡറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു.
ഇപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ആ ഒരു വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എവിടെ നിന്നൊക്കെ ആളുകൾ വരുന്നത് തുടങ്ങി? എവിടുന്നാണ് വിളിക്കുന്നതെന്ന് തന്നെ എനിക്ക് തന്നെ അറിയില്ല. എന്നെ വിളിക്കുന്നവരോട് എത്ര കുറേ ആൾ പുറത്തുനിന്ന് പറയാൻ വിളിക്കുന്നത്, ഗൾഫുകളിൽ നിന്ന് അങ്ങനെയൊക്കെയുള്ള പല സ്ഥലത്തുനിന്നും വിളിക്കുന്നുണ്ട് ആൾക്കാർ. ഇപ്പോൾ ഓർഡറൊക്കെ ആയി തുടങ്ങിയോ? ഓർഡറുണ്ട്, വിത്ത് കൊടുത്തോണ്ടിരിക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി ആദ്യത്തെ എപ്പിസോഡ് കാണാത്തവർക്ക് കുറേ ഒരു സംശയം ഉണ്ടാകും, നമ്മൾ എങ്ങനെയാണ് ഒരു ഇഞ്ചി കൃഷിയിലേക്ക് ഈ ഒരു ഗ്രോ ബാഗിൽ ഇഞ്ചി കൃഷിയിലേക്ക് വന്നത് എന്നറിയാനൊക്കെ താല്പര്യമുണ്ട്. എങ്ങനെയായിരുന്നു നമ്മുടെ ആ ഒരു തുടക്കം? അത് പിന്നെ നമ്മൾ ആദ്യം ഞാനൊരു ഇതുപോലെ വീടിൻ്റെ അടുത്ത് ഒരു ചാക്കിൽ, നമ്മുടെ സിമെൻറ്റ് ചാക്കിനകത്ത് കുറച്ച് ഇഞ്ചി നട്ടിരുന്നു. അത് സക്സസ് ആണ്. കാരണം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് പറിച്ചു നോക്കുമ്പോൾ നല്ല വിളവുണ്ടായിരുന്നു. അപ്പോൾ അത് ഗ്രോ ബാഗിലേക്ക് മാറ്റാമെന്ന് ഒന്ന് തോന്നി. അത് തന്നെയല്ല, നമ്മുടെ ഒരു കർഷക സംഘടനയുള്ള NFO എന്ന് പറയുന്ന ഒരു കർഷക സംഘടനയുണ്ട്. അവിടെ നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തിരുന്നു. ഈ ഗ്രോ ബാഗിൽ ഇഞ്ചി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നല്ല വിളവുണ്ടാവും. ഒന്നാമത്തെ കാര്യം, നമുക്ക് അടുത്ത നെക്സ്റ്റ് ഇയറിലേക്കുള്ള പിന്നെ വിത്ത് കിട്ടും, കേടില്ലാതെ കിട്ടും, നല്ല വിത്ത് കിട്ടും. അതുകൊണ്ട് അങ്ങനെ ഒരു ഇതും കിട്ടി, അങ്ങനെ ചെയ്താ. അങ്ങനെ ആ ഒരു ലക്ഷ്യത്തോടെയാണ് ചെയ്തത്. നമുക്കൊരു നല്ല വിത്ത് ഉൽപ്പാദിപ്പിച്ചെടുക്കാം, അത് കൂടുതൽ പേർക്ക് നമുക്ക് അതൊരു വരുമാന മാർഗമാക്കി എടുക്കാം. വിത്ത് ഉൽപ്പാദിപ്പിച്ച് അതൊരു നല്ല വിത്ത് കൂടുതൽ കർഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഈ വൻകിട കർഷകരെല്ലാവരും ചെറുകിട കർഷകരും ആവശ്യക്കാർ, വീട്ടുകാർ വരെ വിളിച്ച് കൊറിയറിൽ അയച്ചു കൊടുക്കാൻ പറഞ്ഞ് പലരും വിളിക്കുന്നുണ്ട്. ചെയ്യുന്നുണ്ട്, ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. 5 കിലോ വേണവർക്കും 10 കിലോ വേണമെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം 50 കിലോ വേണമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ നമ്മുടെ ഇവിടെ പുൽപ്പള്ളിയിൽ ചെറിയ കൊറിയറിൽ അയക്കില്ല എന്ന് പറഞ്ഞിട്ട്, പിന്നെ നമ്മുടെ പുൽപ്പള്ളി നമ്മുടെ ചർച്ചിൻ്റെ മുമ്പിലുള്ള ഈ കൊണ്ടുവന്ന ഒരാൾ പറഞ്ഞ് അവർ 50 കിലോ എത്ര കിലോ വേണമെങ്കിലും കൊണ്ടുവന്ന് അങ്ങനെ കൊറിയറിൽ. ശരിക്കും ഇഞ്ചി കൊറിയറിൽ അയക്കുന്ന ചിലപ്പോൾ ആദ്യത്തെ കർഷകനായിരിക്കും പോയിച്ചേട്ടൻ. എന്തായാലും ഇഞ്ചി കൊറിയറിലൊക്കെ അയച്ചു കൊടുക്കാനായി, കാരണം അത്രയ്ക്ക് അധികം കൗതുകമാണ് എല്ലാവർക്കും. കുറേ പേര് എനിക്ക് തോന്നുന്ന കമൻറ്റിലാണെങ്കിൽ നമ്മളെ യൂട്യൂബ് വീഡിയോയിലൊക്കെ ആണെങ്കിലും കമൻറ്റിൽ ചോദിക്കുന്നത് കുറേ പേർക്ക് കൗതുകമാണ്, ഇതെന്താണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. ഈ ഒരു ചെറിയൊരു കവറിൻ്റെ ഉള്ളിൽ ഒരു ഇഞ്ചി നട്ട് അതിനൊരു ട്രിപ്പ് സംവിധാനങ്ങളൊക്കെ സജ്ജമാക്കി. പക്ഷേ അത് എന്താണെന്നറിയാൻ വേണ്ടി ആൾക്കാർക്ക് ഭയങ്കര കൗതുകം. അത് തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേരിലേക്ക് ഒരു വീഡിയോ എത്തിച്ചത്. അങ്ങനെയെങ്കിലും ഒരു 5 കവറൊക്കെ വീട്ടിൽ സെറ്റ് ചെയ്തിട്ട് കറിക്കും കാര്യങ്ങളൊക്കെ നമ്മളെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാമല്ലോ. ഇപ്പോൾ പൈസ കൊടുത്ത് ഇത് വാങ്ങേണ്ട ആവശ്യമില്ല. ഒരു വിത്ത് കൊണ്ട് നട്ട് കഴിഞ്ഞാൽ അടുത്ത വർഷം പിന്നെയും ഒരു 4-5 ഗ്രോ ബാഗിലോ അല്ല ചെടിച്ചട്ടിയിലൊക്കെ നട്ടു വെച്ചാൽ മതിയല്ലോ. അതെ. നമുക്ക് അതുപോലെ തന്നെ ഈ ഒരു ഗ്രോ ബാഗ് ഇപ്പം നമുക്ക് ഏത് കൃഷിയാണെങ്കിലും അതിൽ നമുക്കൊരു തുടക്കത്തിൽ നമുക്കൊരു ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ പറ്റും. പക്ഷേ അത് അടുത്തതിൽ നമ്മൾ മാറ്റാൻ കുറച്ച് സംഭവങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട് കുറച്ച് കൃഷിയിൽ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളെ ഒരു പ്രതിസന്ധികളൊക്കെ വന്നിട്ടുണ്ട്? പ്രതിസന്ധി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കവറില്ലേ, ഞാൻ ഗ്രോ ബാഗ് പിന്നെ ചെറുതായിപ്പോയി. ഞാൻ 18-16 ഗ്രോ ബാഗായിരുന്നു ഉപയോഗിച്ചത്. അത് ഇഞ്ചി മൊത്തം വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കവറിൻ്റെ പുറത്തേക്ക് ഇഞ്ചി തള്ളി, കവറെല്ലാം പൊട്ടി. അത് ഞാൻ കാണിച്ചു തരാം. കവർ പൊട്ടി, ഇഞ്ചി വെളിയിൽ വന്നു. അപ്പോൾ അത് വളർച്ചയ്ക്ക് കുറച്ചും കൂടെ വളരുമായിരുന്നു ഇഞ്ചി. കുറച്ചും കൂടി ഇനിയും വലുപ്പം വെക്കുമായിരുന്നു. കവർ വലുതായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇഞ്ചി വലുതായനെ, തൂക്കം ഇനി ഉണ്ടായേനെ. അതുപോലെ തന്നെ ഈ രോഗത്തിൻ്റെ ഈ രോഗം വന്നതുകൊണ്ടും ചെറിയൊരു ഇത് വന്നു. നമുക്ക് വളം അധികം ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്രാവശ്യം. 1-2 ട്രിപ്പ് ഈ വളം കൂടുതലിടുമ്പോൾ കേട് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പരമാവധി വളം കുറച്ചു. അതിലും ഒരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങൾ. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഇഞ്ചി കൃഷിയിലൊക്കെ നമുക്ക് വളരെ വലിയ രീതിയിൽ ഇഞ്ചി കൃഷി നശിച്ചു പോയ സ്ഥലമാണ് എനിക്ക് തോന്നുന്നു പുൽപ്പള്ളി ഏരിയ ഒക്കെ അല്ലേ? അതെ, നമ്മുടെ ഇവിടെയൊക്കെ എല്ലാവരും കറിക്ക് വരെ നട്ട ഇഞ്ചിയില്ല. അപ്പം എന്നോട് പറഞ്ഞേക്കുന്ന ഒരു 5 കിലോ വെച്ച് ഞങ്ങൾക്ക് തരണം. ഇവിടെ അടുത്തുള്ള ആൾക്കാരെല്ലാം ഇല്ല, നട്ടവരുടെ എല്ലാം പോയി. നട്ടത് പിന്നെ പറിച്ചു നോക്കി അവർക്ക് കറി വെക്കാൻ പോലും ഇല്ലാത്ത രീതിയിൽ അങ്ങനെ നശിച്ചുപോയി. അതൊരു രോഗം വന്ന്, ഈ ഫംഗിസൈഡ് വന്നത്, ആ രോഗം വന്നിട്ട്. പക്ഷെ അതൊന്നും നമ്മളെ അങ്ങനെ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് ചെയ്തിരുന്നു. പിന്നെ നമ്മുടെ ഈ ഒരു ഗ്രോ ബാഗിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു അതൊന്നും പടർന്ന് മറ്റു രോഗങ്ങൾ, ചീച്ചിൽ അതുപോലുള്ള കേട് ഒന്നും അടുത്തേക്ക് വരാതെയൊക്കെ നല്ല ഒരു കേട് അടുത്ത
സ്ഥലത്തേക്ക് പടരാതെയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിപ്പോൾ നമ്മൾ കേടുവന്നാണെങ്കിൽ അതങ്ങ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുറേ മെച്ചങ്ങളുണ്ട് ഇതിനകത്ത്. അതെ അതെ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇഞ്ചി കൃഷി ചെയ്തിട്ട് എന്താ തോന്നിയ? എല്ലാവരും എന്നെ വിളിച്ചൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ നമുക്കൊരു ഭയം ഉണ്ടായിരുന്നു. ഓരോ അമ്മച്ചിമാർ ചേച്ചിമാരൊക്കെ ഇപ്പോൾ തന്നെ ചേട്ടായിമാരും ഒക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ 2 കിലോ 3 കിലോ ഒക്കെ ഒരു ഗ്രോ ബാഗിൽ നിന്ന് നിനക്ക് ഉണ്ടാക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ശ്രമിച്ചു നോക്കാം, നോക്കാം, ശ്രമിച്ചു നോക്കാന്ന് പറഞ്ഞു. അവർക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാൻ വിളവെടുത്ത് അതെ നമുക്ക് എന്തായാലും അതൊന്ന് വിളവെടുത്ത് കാണിക്കണം, നമ്മളെ തെളിവാണല്ലോ. അതെ, ബോബിച്ചേട്ടൻ്റെ ഒരു ഇത് പ്രസ്റ്റേജ് പ്രശ്നം കൂടിയാണ്. കാരണം ചോദ്യങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു, അതിന്റെ ഒരു ഉത്തരമാണ്. അതെ, ഒരുപാട് പേര് ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ ഇത് എന്താവും എന്നുള്ളത് ഒരുപാട് പേര് ശരിക്കും ചോദിച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ കുറെ പേര് കളിയാക്കിയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ മൈൻഡിൽ വിളിച്ചവരൊക്കെ ഉണ്ട്. അവരോട് എനിക്ക് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. നമ്മുടെ തെളിവിതാ ഇഞ്ചിയുടെ പറിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതിലും കൂടുതലുള്ള കവറുകളുണ്ട്. 3 കിലോകളിലൊക്കെ നമുക്ക് എല്ലാ കവറിലും ഒരുപോലെ ആയിരിക്കില്ല. അതെന്തായാലും നമുക്ക് ഇത് പച്ചക്കറി നമ്മൾ നടന്ന ഒരു ഇതല്ലേ, കുറച്ച് നമ്മുടെ വളം കൂടുതലുള്ളതിനകത്ത് കുറച്ച് ചിലപ്പോൾ കൂടുതലുള്ളതാണ്. എന്തായാലും ഒരു ആവറേജ് നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു 2 കിലോ എന്തായാലും കിട്ടും. അതിലും കൂടുതലുള്ളതുകൊണ്ട് 2 കിലോ കിട്ടിയാൽ മതി. 2 കിലോ ഞാൻ തൂക്കി കാണിച്ചു തരാം. അപ്പോൾ അല്ലേ 2200 തൂക്കി കാണിച്ചിരുന്നു. ഇതും അതിൽ കൂടുതലുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു. അതെ, തീർച്ചയായിട്ടും. നമുക്കിപ്പോൾ പുറത്തുനിന്ന് ആളുകൾ ഇങ്ങോട്ട് നേരിട്ട് കൃഷിയിടത്തിലേക്ക് വന്ന് കാണുന്നുണ്ടല്ലോ, ഉണ്ട്. എന്താ അവർ പറയുന്നത്? അവർ നല്ല ഒരു അഭിപ്രായം. അവർക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം. നമ്മുടെ ഇവിടെയുള്ളവരെല്ലാം ഇഞ്ചി കൃഷി ചെയ്യുന്നതും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ പുറത്തുനിന്ന് താഴേന്നൊക്കെ അവർ താഴേന്നൊക്കെ, അതായത് മലപ്പുറത്തുനിന്ന് വന്ന് ഇപ്പോൾ 2-3 ടീം എൻ്റെ അടുത്ത് ഇഞ്ചി വിത്ത് സഹിതം വാങ്ങിക്കൊണ്ട് പോയി. അവരൊക്കെ വന്ന് തോട്ടം കണ്ട് പോയവർ. അവർക്കൊക്കെ ഭയങ്കര ഇങ്ങനെയൊക്കെ ഇഞ്ചി ചെയ്യാമല്ലേ എന്നൊക്കെ ഉള്ളൊരു അത് അങ്ങനെ തോന്നി നമ്മുടെ അടുത്ത് വിത്ത് വാങ്ങിക്കൊണ്ട് പോയ ഒത്തിരി ആൾക്കാരുണ്ട്. അതെ അതെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഗ്രോ ബാഗിലൊക്കെ ഒരുപാട് പേര് ചെയ്യാൻ താല്പര്യപ്പെട്ട് വരുന്നുണ്ടല്ലോ, അവരോട് എന്താ പറയുക? നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ വെറുതെ അങ്ങ് ഇത് നമ്മളിങ്ങനെ ഈ നമ്മളെ ഒരു വീഡിയോ കണ്ടിട്ട് അത്ര ഒരു രസം കിട്ടൂല. അത് നടുമ്പോൾ അതിനൊക്കെ അധ്വാനമുണ്ട്. നമ്മൾ നന്നായി കെയർ ചെയ്താൽ മാത്രമേ ഇതേപോലെ വിളവെടുക്കാൻ പറ്റുള്ളൂ. അതെ, അത് തന്നെയാണ് അവരോട് പറയുന്നത്. അതായത് ഈ ഒരു ഇഞ്ചി ഇങ്ങനെ ഗ്രോ ബാഗിൽ ചെടി വളർന്ന് നിൽക്കുന്ന കണ്ടിട്ട് നടാൻ നിൽക്കരുത്, ചാടി പുറപ്പെടണ്ട. ചെയ്തോട്ടെ, കുറച്ചൊക്കെ ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് പിന്നെ കൂടുതൽ ചെയ്തോട്ടെ. അതെ അതെ. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഇത് നല്ല സക്സസ് ആയല്ലോ. അടുത്ത ഘട്ടം എന്താ? അടുത്ത ഘട്ടം 20,000 കൂട്ടുന്നുണ്ടോ? 20,000 കുറച്ചുകൂടെ കൂട്ടി ചെയ്യാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്കിവിടെ സ്ഥലത്തിൻ്റെ ഒരു പരിമിതിയുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഒരു സ്ഥലത്തിൻ്റെ പരിമിതിയിൽ ഉൾക്കൊള്ളുന്ന നമ്മൾ ഇനിയും എന്തായാലും ഈ ഗ്രോ ബാഗ് ഉപേക്ഷിക്കില്ല. ഇല്ലില്ല, ഗ്രോ ബാഗ് വലുതാക്കാന്നുള്ള ഈ ബാഗ് ഒന്ന് വലുതാക്കണം. എന്നിട്ട് ഇനിയും കൂടുതൽ എത്ര ഉണ്ടാവും എന്ന്. അതുപോലെ ഇതിൽ നമുക്ക് ഏറ്റവും ഹെൽപ്പായിട്ടുള്ള NFPOന്റെ വളമാണ് അല്ലേ? NFPOയുടെ വളമാണ്, നമുക്ക് ജൈവവളം ആണ് ഇതിന്. ഇതാണ് ഞാൻ മണ്ണിൽ മിക്സ് ചെയ്ത് ഫസ്റ്റിലെ മിക്സ് ചെയ്ത് നട്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മണ്ണിൻ്റെ ഒരു മിക്സ്, നമ്മളെ ഗ്രോ ബാഗിലേക്ക് ഒരു മണ്ണിൻ്റെ മിക്സ് എങ്ങനെയായിരുന്നു ഉണ്ടായത്? മിക്സ് ഞാൻ ഈ ഒരേ ഏക്കറിലേക്ക് മൊത്തം മണ്ണ് മിക്സ് ചെയ്തേ. അപ്പോൾ ഒരു ഏക്കറിലേക്കുള്ളൊരു മണ്ണിൽ ഞാനൊരു 150 ചാക്ക് വളം, 40 കിലോയുടെ 150 ചാക്ക് വളം പൊട്ടിച്ച് നിരത്തിയിട്ട് ട്രാക്ടറിന് പൊടിച്ചു ആണ് അത്. ഏകദേശം 10 മണ്ണ് നല്ല മണ്ണ് വേണം. അത് നമ്മൾ ഇവിടുത്തെ മണ്ണ് തന്നെയാണ് എടുത്തത്. നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ നമ്മൾ മണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ NFPO തന്നെ മണ്ണ് ടെസ്റ്റ് ചെയ്യാനുള്ള വെള്ളം ടെസ്റ്റ് ചെയ്യാനുള്ളൊക്കെ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അവിടുന്ന് തന്നെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് പിന്നെ pH എല്ലാം കറക്റ്റ് ചെയ്തിട്ടാണ് അങ്ങനെയാണ് നട്ടത്. അപ്പോൾ നമ്മളൊരു അതായത് എല്ലാം കൂട്ടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഓരോ ഗ്രോ ബാഗിൽ നിറച്ചു. അതിൽ പിന്നെ വേറെ എന്തെങ്കിലും കരിയിലയോ അങ്ങനെ എന്തെങ്കിലും? കരിയിലല്ല, നമുക്ക് ഈ നടുന്ന സമയത്ത് തന്നെ ഈ ഇഞ്ചിയുടെ മുള വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടേക്ക് ഒരു പിടി ഈ ജൈവവളവും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ മുള വരുമ്പോൾ നല്ല കരുത്തായിട്ട് വേരും വരും, മുളയും വരും. ഓ, അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാണ്ട്. അതുപോലെ തന്നെ പിന്നെയും ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. പക്ഷേ മഴക്കാലത്തൊക്കെ വളരെ കഷ്ടപ്പെട്ടു. മഴക്കാലത്ത് ഈ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മഴയല്ലായിരുന്നു, നിൽക്കാതെ മഴയായിരുന്നു. വെള്ളം ഈ കവറിൽ നിൽക്കാതിരിക്കാൻ വേണ്ടി ഓരോ കമ്പും എടുത്ത് ഇതിൻ്റെ പുറകെ നടന്ന് വെള്ളം കുത്തിപ്പൊട്ടിച്ച് വിടുമായിരുന്നു.
ഇഞ്ചി ചെയ്യാതിരിക്കാൻ. വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ. അതെ അതെ, അങ്ങനെയൊക്കെ ഒരുപാട് ഈ ഒരു കഷ്ടപ്പാടിന്റെ തന്നെയാണ് ഈ ഒരു നല്ല വിളവ്. കാരണം വെറുതെ ഇരുന്നിട്ടല്ല, വെറുതെ ഇഞ്ചി ഗ്രോ ബാഗിൽ നട്ട് കഴിഞ്ഞിട്ട് വെറുതെ പോയിട്ടല്ല ഈ ഒരു വിളവ്. എന്തായാലും നല്ല അതിന്റെ പുറകെ നല്ല കഷ്ടപ്പാടുണ്ട്. പിന്നെ നമുക്ക് ഇതില് എനിക്ക് തോന്നുന്നു തൊഴിലാളികളുടെ ഒരു അധികം തൊഴിലാളികൾ ആവശ്യം വന്നില്ല. ഞാൻ ഈ ഗ്രോ ബാഗ് നിറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അധികം അങ്ങനെയില്ല. അപ്പോൾ കുറച്ച് പണികൾക്ക് ആളെ വേണ്ടി വന്നിട്ടുള്ളൂ. സ്വന്തം തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇനി അതുപോലെ നമുക്ക് ഇതേപോലെ ഈ ഗ്രോ ബാഗ് നമുക്ക് ഇപ്പൊ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ്, ഗ്രോ ബാഗ് നമുക്ക് നല്ല ഗ്രോ ബാഗ് എവിടുന്നാ കിട്ടുക, അതേപോലെ നമുക്ക് ഇതിന് ആവശ്യമുള്ള ഉപകരണങ്ങളൊക്കെ എവിടുന്നാ കിട്ടുക എന്നൊക്കെ. ഈ പറയുന്ന ഗ്രോ ബാഗും വളവും ഒക്കെ നമ്മുടെ കമ്പനിയിൽ വിളിച്ചാൽ കിട്ടും. ഈ NFPO എന്ന് പറയുന്ന കമ്പനിയുണ്ട്, അവിടെ വിളിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കിട്ടും. അവിടെ എല്ലാ സജ്ജീകരണങ്ങളും, എല്ലാ പൈപ്പ് തൊട്ട് ട്രിപ്പിൻ്റെ പൈപ്പ് തൊട്ട് എല്ലാ സകല സാധനങ്ങളും കിട്ടും. അതും കർഷകർക്ക് മിതമായ വിലയിൽ തന്നെ. ഞാൻ ആ കമ്പനിയിലൊരു അംഗമാണ്. ഞാൻ ചെന്നാലും, അതായത് സാധാരണ വേറൊരു കർഷകൻ ചെന്നാലും എല്ലാവർക്കും സെയിം റേറ്റ് അവിടെ സാധനം കിട്ടും. അപ്പോൾ അത് ഏത് ഗ്രോ ബാഗ് ഉപയോഗിക്കണം എന്നൊക്കെ കുറേ പേര് ചോദിച്ചിരുന്നു, ഏത് നമുക്ക് എത്ര വലുപ്പത്തിൽ. ഇപ്പോൾ നമ്മൾ ചെയ്തതിനേക്കാൾ ഇനിയും കുറച്ചും കൂടി വലുതാക്കുകയാണെങ്കിൽ, അതായത് 18-16 ഗ്രോ ബാഗിലാണ് ഞാൻ ചെയ്തത്. ഒരു കാരണവശാലും ചെയ്യരുത്. ഒരു 20-20 കവറെങ്കിലും വലുത് വേണം, ഏറ്റവും കുറഞ്ഞതിൽ ചെയ്യണം. ഓക്കെ, ഇത് നമുക്ക് ഇപ്പോൾ ഇതിപ്പോൾ പൊട്ടി കീറിയത് കൊണ്ടാണല്ലോ, ഇല്ലെങ്കിൽ നമുക്കിത് അടുത്ത പ്രാവശ്യവും ഉപയോഗിക്കാവുന്ന ടൈപ്പും ഉണ്ട്. വീണ്ടും ഉപയോഗിക്കുന്ന ഗ്രോ ബാഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ഇത് തെളിവ് വേണമല്ലോ. അതെ, പൊട്ടിച്ച് കാണിക്കാം, കവർ പൊട്ടിച്ച് കാണിക്കാം. എന്തായാലും കുറെ ഇവിടെയൊക്കെ വിളവെടുത്ത് വെച്ചിട്ടുണ്ട്. വിളവെടുത്ത് അതെന്ന് വെച്ചാല് ഈ മണ്ണ് വിട്ട് കഴിഞ്ഞാൽ ഇത് വിട്ടുപോരും, അതിന്റെ ഒരു ഭംഗി. നമ്മൾ വളരെ പതുക്കെ വേണം ഇതൊന്ന് പൊട്ടിച്ചെടുത്തില്ലെങ്കിൽ ഇത് പിന്നെ അത് അടർന്നു പോകും. എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ഇതാണ് എനിക്കുണ്ടായ ഒരു പ്രശ്നം. കവറ് ചെറുതായിപ്പോയി. അപ്പോൾ കവറ് പൊട്ടി പുറത്ത് വന്നു. അതാണ് ഒരു ഫാൾട്ട്. ഈ കവർ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ഇനിയിപ്പോൾ വിളവെന്തുണ്ടോ എന്ന് അറിയണമല്ലോ, എന്തോരുണ്ടെന്ന്. ഇതാണ് നമ്മുടെ ഒരു ചുവട് ഇഞ്ചി. 2.5 കിലോ 3 കിലോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് തോന്നുന്നു, തൂക്കി നോക്കിയാൽ അറിയത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഗ്രോ ബാഗിലെ ഇഞ്ചി നമ്മൾ പറിച്ചാൽ മാത്രം പോരല്ലോ, തൂക്കണം അല്ലേ. ഏകദേശം എത്ര കിലോ എന്നുള്ളത് നമുക്ക് പല കവറിലും പല ഇതാണ്. പിന്നെ ഇത് ഇഞ്ചി വിത്തായി അതിന്റെ ഒരു തൂക്കം കുറവുണ്ടാവും. പക്ഷെ എന്നാലും അതല്ലേ കാര്യം. എന്തായാലും നോക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ 2,400 ഉണ്ട് തൂക്കം. അതിലിനി മണ്ണുണ്ട് എന്ന് പറഞ്ഞാൽ പോട്ടെ, 400 പോട്ടെ, 400 നമ്മൾ കുറച്ച്
2 കിലോ ഉണ്ട് 2 കിലോ ഉണ്ട്. ഏത് വിത്തിഞ്ചിക്ക്? അതെ വിത്തിഞ്ചി കേട്ടോ. വിത്തിഞ്ചിയാണ് എടുത്തു പറയേണ്ടത്. ഇപ്പൊ ഈ സമയത്ത് തൂക്കം കുറയും ഇഞ്ചിക്ക് സാധാരണ. അതെ, ഈ ഒരു വെയില് നല്ല വെയിലുള്ള വെയിലടിച്ച് ഉണങ്ങിയിരിക്കുന്ന ഇഞ്ചിയാണ്. ഒന്നാമത് നമ്മള് ജസ്റ്റ് കാടും ഇതൊക്കെ വളർത്തിയിട്ട് നമ്മൾ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും പക്ഷെ ഈ ഒരു ടൈമിൽ തൂക്കം കുറയുന്ന സാധാരണയാണ്. നമ്മളെ നല്ല വെയിലുള്ള സമയമാണ്. പിന്നെ ഇത് വിത്തിഞ്ചി ആയി. അപ്പൊ എന്തായാലും പക്ഷേ 2 കിലോ ഉണ്ട്. 2 കിലോ ഉണ്ട്. അതാണ് അതിന്റെ പോയിന്റ്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. നമുക്ക് ഈ ഒരു വിളവെടുത്ത് എടുത്തിട്ട് ഇതൊന്ന് കാണിക്കാം എന്നുള്ളത് നമുക്ക് ഏറെക്കാലത്തൊരു ആഗ്രഹമായിരുന്നു. നമുക്ക് ഏകദേശം എത്ര മാസമായി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു? നമ്മളൊരു 7 മാസം ആയി. നമ്മൾ സാധാരണ ഇഞ്ചി വിളവെടുക്കുന്ന സമയത്ത് തന്നെയാണ് അല്ലേ? അതായത് ആ ഒരു ടൈം പീരീഡ് തന്നെയല്ലേ? ജനുവരി സാധാരണ ഇഞ്ചി വിളവെടുക്കുന്ന സമയത്ത് തന്നെയാണ്. അപ്പോൾ എന്തായാലും 100 മേനി വിളവ് തന്നെയാണ്. ഉറപ്പിച്ച് പറയാം, 100 മേനി വിളവ് തന്നെയാണ്. ഞങ്ങളത് ഉറപ്പിച്ച് പറയുന്നു. ഇനി നമുക്ക് നമ്മുടെ പ്രേക്ഷകരാണ് അത് തീരുമാനിക്കേണ്ടത് 100 മേനി വിളവാണോ എന്ന്. ഇനിയും അപ്പൊ ഒരുപാട് കോളുകൾ വരും. അതെ, വരട്ടെ. ഇപ്പൊ നമ്മുടെ കളിയാക്കിയവരൊക്കെ വിളിക്കും. ഇനി വിളിക്കും, അവർ വിളിക്കണം. അതെ, പറഞ്ഞത് സത്യമായിരുന്നെന്ന് പറയണം. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഇങ്ങനൊരു വിളവെടുപ്പിൻ്റെ ഈ ഒരു വിജയഗാഥയുടെ ഭാഗമാകാൻ വയനാട് വിഷൻ പാടവും പറമ്പിനും ഒപ്പം നിൽക്കാൻ സാധിച്ച ഒരു ഭാഗമാകാൻ ഞങ്ങൾക്കും കഴിഞ്ഞു. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. എന്തായാലും പാടവും പറമ്പിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വളരെ സന്തോഷത്തോടെ എന്താ പറയുക, ഞങ്ങൾക്ക് പറയാൻ വാക്കുകളില്ല. അങ്ങനെയാണ് ഈ ഒരു വിളവെടുപ്പിന് ഞങ്ങൾക്ക് ഇവിടെ എത്താൻ സാധിച്ചപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത്. എന്തായാലും വളരെ സന്തോഷം. നമുക്ക് നല്ലൊരു കർഷകനാണ് ബോബിച്ചേട്ടൻ. ബോബിച്ചേട്ടൻ ഒരുപാട് ഈ ഒരു മേഖലയിൽ ഒരുപാട് ശോഭിക്കട്ടെ. അപ്പോൾ അദ്ദേഹത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു കൃഷി വിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.